നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നാളെ ഇന്ദ്രേട്ടൻ ബിസിയാണോ? ആ, രാവിലെ ഷോപ്പ് തുറക്കണം. 10 മണിക്ക് കണ്ണം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താനു? ആ, നമുക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം ഇന്ദ്രേട്ടാ. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഭാനുമ്മയും കൂട്ടി വാങ്ങിച്ചൂടെ? ഞാൻ വേണമെങ്കിൽ ഒരു ടാക്സി അറേഞ്ച് ചെയ്തരാം. അതുപോലെ ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടന് ഒഴിവ് കിട്ടുമ്പോ നമുക്ക് ഒരുമിച്ച് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കാമല്ലോ. ശരി. വിച്ചുമോനെ വേണമെങ്കിൽ നമുക്ക് ഭാനുമ്മയുടെ അടുത്താക്കാം. ഇന്ദ്രേട്ടൻ എപ്പോ ഫ്രീ ആവുമെന്ന് പറഞ്ഞാ മതി. അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോയി വാങ്ങാം. നാളെ ഭാനുമ്മ വന്നല്ലേ, നീ എന്നൊന്ന് വിളിക്ക്. ഞാൻ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി വരാം. ഇന്ദ്രേട്ടന്റെ കണക്ക് എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയി കിടക്കാം. ഒരു മിനിറ്റ്, നീ പോയേ ആ വാതിലടയ്ക്ക്. ചെല്ല്. അനു, അവിടെ വെച്ചേക്ക്. എന്നാലും നമ്മളെല്ലാവരും അവിടെ പോയി വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും രാഹുലിന് കുറച്ച് സമയം ഉണ്ടാക്കി അവിടേക്കൊന്ന് വരാൻ തോന്നിയില്ലല്ലോ. എടീ, തോന്നാഞ്ഞിട്ടാവില്ല, പറ്റാത്തോണ്ടാവും. അല്ലെങ്കിൽ അവൻ നമ്മളോട് വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കൂ. അതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ ഞാനും കാണുന്നുണ്ട് അച്ഛാ. രാഹുൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവൻ മാത്രമല്ലല്ലോ ഡോക്ടർ. വേണോന്ന് മനസ്സ് വെച്ചാ അവനൊന്ന് വന്നിട്ട് അല്പസമയം നമ്മുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. ആ, നിന്റെ അച്ഛൻ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളാ. എനിക്കെന്തോ രാഹുലിന്റെ കാര്യത്തില് ചില പന്തികേടുകളൊക്കെ തോന്നുന്നുണ്ട്. എന്റെ സാവിത്രി, കല്യാണം കഴിഞ്ഞ് 2 ദിവസമല്ലേ ആയുള്ളൂ. അതിനുള്ളിൽ തന്നെ നീ അവരുടെ ലൈഫില് കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിൽക്കുകയാണോ? ഞാൻ കണ്ടുപിടിച്ചതാണോ സച്ചേട്ടാ? തുടക്കത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായത് നമ്മളെല്ലാരും അറിഞ്ഞല്ലേ. കല്യാണ രാത്രി തന്നെ പെണ്ണിനെ മുറിയിൽ തനിച്ചാക്കി ചെറുക്കൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞ. എടീ, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാലേ അത് വെറും ഒരു ജോലി മാത്രമല്ല. അത് നീ ഒന്ന് ആദ്യം മനസ്സിലാക്ക. ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടർക്ക് അവന്റെ ഫസ്റ്റ് നൈറ്റിനേക്കാൾ വലുതാണ് ഒരു മനുഷ്യന്റെ ജീവൻ. ആത്മാർത്ഥത ഡോക്ടർ ജോലിയിൽ മാത്രം പോരെ, ഭർത്താവിന്റെ കടമയിലും വേണം. നിന്റെ അമ്മ എന്താടാ ഇങ്ങനെ ചൂടായിട്ട് എഴുന്നേറ്റ് പോകുന്നത്? ഇതിനു മാത്രം ഇവിടെ എന്തോ ഉണ്ടായത്? എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അതിന്റെ വിഷമത്തിലാ ആ പാവം എഴുന്നേറ്റ് പോയത്, അല്ലാതെ ചൂടായതൊന്നും അല്ലച്ചാ. അങ്ങനെ വിഷമിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. പൊതുവെ സ്ത്രീകൾക്കാണല്ലോ ഇത്തരം കാര്യങ്ങൾ ആദ്യം കത്തുക, പ്രത്യേകിച്ച് അമ്മമാർക്ക്. എവിടെയോ എന്തൊക്കെയോ കുഴപ്പമുള്ളതായി എനിക്ക് തോന്നുന്നുണ്ടച്ചാ. നിങ്ങൾ അമ്മയും മോനും കൂടെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാം. നമ്മുടെ മോൾക്ക് ഏറ്റവും നല്ല ലൈഫ് കിട്ടുമെന്ന് കരുതിയാ നമ്മൾ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് അച്ഛൻ ഇപ്പോഴേ അതോർത്ത് ടെൻഷൻ ആവണ്ട. നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. രാഹുൽ എന്തും ഇങ്ങോട്ട് വിരുന്നിന് വരുമല്ലോ, അപ്പൊ നോക്കാം. അതിലും അവൻ ഉഴപ്പുകയാണെങ്കിൽ ഡോക്ടറുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. ഒരിക്കൽ നമ്മൾ അവനെ ഒഴിവാക്കിയത് കൊണ്ട് ഇപ്പൊ അവൻ നമുക്കിട്ട് വല്ല പണിയും തരുവാണോ ഗൂഗിളെ? ഇപ്പൊ അങ്ങനെ ഒരു സംശയത്തിലേക്കൊന്നും പോകണ്ട. പെട്ടെന്നൊരു ദിവസം കയറി കല്യാണം കഴിച്ചല്ലേ, ഒരു പ്ലാനിംഗ് ഇല്ലായ്മയുടെ പ്രശ്നമായിരിക്കും. അങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇന്ദു സങ്കടപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല.
അച്ഛനാ ക്ലാസ്സിങ്. ഞാനെന്നാ അങ്ങോട്ടില്ല. പറ്റില്ല മൃദു, നീ എന്ത് പറഞ്ഞാലും എനിക്കിന്ന് വരാൻ പറ്റില്ല. ഇന്ന് വന്നാൽ ഞാൻ പിടിക്കപ്പെടും, ഉറപ്പാ. അത് മാത്രമല്ല, രാവിലെ ഞങ്ങൾ ഇന്ദുവിൻ്റെ വീട്ടിൽ പോവുക. അവളെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരും. ശരി, നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചാൽ പോരെ? നീ പറയും വരെ ഞാനും അവളും തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ഉണ്ടാവില്ല. ഗോഡ് പ്രോമിസ്. ആ, ഹിന്ദു വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ആ, വാ ഹിന്ദു. സോറി, 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ഹെവി ലോഡാ. അതിൻ്റെ ഒരു ക്ഷീണം. 2 പെഗ് കഴിച്ചാൽ എല്ലാം പറഞ്ഞ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ഇന്ദു കിടന്നോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇതുകൂടി കഴിച്ചിട്ട് ഞാൻ കിടന്നോളാം. ഇന്ദുവിന് ഞാൻ ഡ്രിങ്ക്സ് കഴിക്കുന്നതിൽ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ?